ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം എൻ്റെ 2024 ഞാൻ ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ, എത്ര പെട്ടെന്നാണല്ലോ 2024 കഴിഞ്ഞു പോയത്. ഇത് എൻ്റെ 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് മറിയാമ്മയുടെ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഏഷ്യാനെറ്റിലെ സ്നേഹക്കൂട്ടിലെ നായികയാണ് മറിയാമ്മ. ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും സീരിയലിൽ കാണാനായിട്ടും മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മുമ്പ് തന്നെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഷൂട്ടിനിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തല ഇറങ്ങി വീണപ്പോൾ എൻ്റെ കൂടെ വരാൻ വീട്ടിലോട്ട് പറഞ്ഞു, ആരെങ്കിലും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചതാണ് മറിയാമ്മേനെ. അപ്പോൾ അവളാണ് വന്നത്, നമ്മുടെ സുജിത് സുന്ദർ സാറ് ആ സമയത്ത് നമ്മുടെ ഡയറക്ടറാണ്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ സ്കിന്ന് ഇത്രയും വേസ്റ്റ് സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും ഞാൻ ഷൂട്ടിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്കിന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷൂട്ടാണ് 2024 ജനുവരി 6 തോന്നുന്നു ഈ ഒരു ഷൂട്ട് വരുന്നത്. അന്ന് ഞാൻ തല ഇറങ്ങിയ കൊണ്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു ഷൂട്ടാണ്. അർജുൻ മീനുവിൻ്റെ താലി പൊട്ടിക്കുന്ന കുറച്ച് സീൻസൊക്കെയാണ്. കൂടുതലും ഇതിൽ കാതോരത്തിൻ്റെ സീക്വൻസ് ആയിരിക്കും വരുന്നത്. കാരണം എൻ്റെ 2024 മൊത്തം കാതോര സെറ്റിലാണ് ഞാൻ ചിലവഴിച്ചിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. മോണ്ടാഷിലോട്ട് വേണ്ട, അതായത് പോസ്റ്ററൊക്കെ ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് നമ്മുടെ കാതോരം എന്ന് എഴുതി കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ ഒരു ഫോട്ടോ വരില്ല. അത് ആദ്യയുടെയും മീനുവിൻ്റെ ആയിരുന്നു ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജുൻ്റെയും മീനുവിൻ്റെയും ഫോട്ടോ ഇതുവരെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ അത്ര വലിയ തിക്ക് ഫ്രണ്ട്സ് ഒന്നുമല്ലോ, ഞങ്ങൾ തമ്മിൽ കുറച്ച് ക്ലാഷ് ഒക്കെ ഉണ്ട്. പണ്ടത്തെ വീഡിയോയിൽ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിച്ചിട്ടില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണെച്ചാലും ഭയങ്കര ശത്രുക്കളാണെച്ചാലും ഒന്നും നമ്മളെ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഷൂട്ടിനെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റൊമാൻസ് തോന്നാറുണ്ടോ, ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. 2024 ഫസ്റ്റ് അമ്പലം വിസിറ്റാണ്. ഞാൻ ഇടയ്ക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ഇത്രയും വേസ്റ്റ് ആയിരിക്കുകയാണ് എൻ്റെ സ്കിന്ന്. പിന്നെ നമ്മുടെ കാതോട് ഷൂട്ട് ലൊക്കേഷനാണ്. ഈ സ്കിന്നിൻ്റെ മുകളിലൊക്കെയാണ് ഞാൻ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് മറച്ചിട്ടാണ് ഈ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ലൈവ് പെർഫോമൻസ് ആണ്. കാലിക്കറ്റ് ഷോയാണ് വരുന്നത്. കാലിക്കറ്റ് എനിക്ക് തോന്നുന്നത് ഏതോ ജന്മകൽപ്പനയിലും പിന്നെ അതേപോലെ തന്നെ ചെമ്പനീർ പൂവും സീരിയൽ ലോഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് പെർഫോമൻസ് ആണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ സ്റ്റേജിൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നതാണ്. നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രെയിനിൽ വരുന്ന വഴി ഫുള്ളും ട്രിവാൻഡ്രം ടു കാലിക്കറ്റ് എത്തുന്ന വരെ നമ്മൾ രണ്ടുപേരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിച്ചു. അതിലൊരു സ്റ്റെപ്പ് ഞാൻ തെറ്റിച്ചു. പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച കാരണം രാഹുൽ ആക്ച്വലി കറക്റ്റായിട്ടുള്ള ഡാൻസാണ് കളിച്ചത്. പക്ഷേ ഞാൻ തെറ്റിച്ച് കണ്ടിട്ട് അവനാകെ വകച്ചു പോയി. പക്ഷെ എല്ലാവരും വിചാരിച്ച് അവൻ തെറ്റിച്ചു എന്നാണ്. പക്ഷെ ഞാൻ എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത കാരണം കുഴപ്പമില്ലാതെയൊക്കെ പോയി. നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ കിരൺ മാസ്റ്ററാണ് നമുക്ക് കോറിയോഗ്രാഫിയൊക്കെ ചെയ്തു തന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവൾ ദിനുമോൾ എന്നാണ്. അവളൊക്കെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയിട്ട് ആ ഒരു സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഈ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ കളിക്കുന്നേക്കാളും ആ കാലിക്കറ്റിലെ ആൾക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ രാഹുലാണെച്ചാലും നല്ല കോൺഫിഡൻസിലൊക്കെ കളിച്ചു. അവൻ അധികം ഡാൻസ് ഒന്നും കളിക്കാത്ത ആളാണ്. ഇത് പിന്നെ എൻ്റെ സ്വന്തം കാതോരത്തിലെ എൻ്റെ റിയൽ അച്ഛൻ ജയൻ ചേട്ടൻ. എനിക്ക് ജയൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ടൈമിൽ നമ്മുടെ അഖില ഗൗതം മാരേജിൻ്റെ സമയമാണ്. എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര വില്ലൻ ക്യാരക്ടറായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ആൾ ഭയങ്കര പാവമാണ് കേട്ടോ. എനിക്ക് അവിടെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. ഭയങ്കര കമ്പനിയാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് വില്ലന്മാരായിട്ട് ആൾക്കാർ ആളെ തന്നെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര മുരടനാണെന്നൊക്കെ വിചാരിക്കട്ടോ. പക്ഷേ ആൾ ഭയങ്കര പാവം. പിന്നെ നമ്മൾ ഫെബ്രുവരി 14 കേട്ടോ ഇത്. അതായത് ഒരു വാലന്റൈൻസ് ഡേക്ക് ഞാനും താരച്ചേച്ചിയും ശില്പിയും കൂടിയിട്ട് ഒരു ഔട്ടിങ്, സിനിമ, ഫുഡ് കഴിക്കാനൊക്കെ ലുലു മാൾ എല്ലായിടത്തും പോയായിരുന്നു. അപ്പോൾ മിനിസോയിൽ കയറിയിട്ടുള്ളതാണ്. ഞാനങ്ങനെ പുറത്ത് പോകുന്നൊരു ടൈപ്പൊന്നുമല്ല, അങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ താരമ്മയുടെ കൂടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒന്ന് പുറത്ത് ഇറങ്ങുന്നത്. ഞാൻ ശരിക്കും ട്രിവാൻഡ്രം എവിടെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ കാതോരത്തിൽ റൊമാൻസ് സീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പൊങ്കാല ഇടാം. അന്നത്തെ ദിവസം ഏഷ്യാനെറ്റ് നമ്മുടെ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. ടി വിയിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു അമ്പലത്തിൻ്റെ അവിടെയാണ് പൊങ്കാല എന്ന്. പക്ഷേ റോഡ് ഫുള്ളും ആൾക്കാരാണ്. വെയിൽ കൊണ്ട് ഒരു വിധമായി, അത് വേറെ കാര്യം കേട്ടോ. പിന്നെ നമ്മുടെ
ടീം, ഇതാണ് നമ്മുടെ എപ്പോഴും ഉണ്ടാകുന്ന ടീം. കാതോട് കാതോട് ലൊക്കേഷൻ. പിന്നെ നമ്മുടെ ഒരു ഹാപ്പി ഡേയ്സ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നമ്മളുടെ പ്രശ്നങ്ങൾ, ഐ മീൻ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ട് വെച്ചാൽ അതെല്ലാം തീർന്ന് അത്യാവശ്യം നല്ല ഫ്രണ്ട്സായിട്ട് പോകുന്ന ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് എൻ്റെ നല്ല ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഹാപ്പി ഡേയ്സ് ആയിരുന്നു. മീനുൻ്റെ അർജുൻ്റെ ഒക്കെ ലവ് സീൻസ്, റൊമാൻസ് സീൻസ് ഒക്കെ തുടങ്ങി. അതിൽ നമ്മൾ പഴയ ആ ഒരു സ്വപ്നത്തിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാലത്തിന് ശേഷം യൂണിഫോമും മുടി റിബണൊക്കെ വെച്ച് കെട്ടിയപ്പോൾ ഉള്ള ആ ഒരു ചേഞ്ചൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഷൂട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റൊമാൻസ് ഒക്കെ ചെയ്യാൻ നല്ല രസമായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയ കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിലാണ് എനിക്ക് യൂട്യൂബിൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്. അങ്ങനെ 100K സബ്സ്ക്രൈബേഴ്സ് ആയത് ആ ഒരു ഡിസംബർ അല്ല, ഫെബ്രുവരി ടൈമിലാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ ഒക്കെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് കാതോട് കാതോരത്തിലാണ് വിഷുവിൻ്റെ ഷൂട്ട്. വിഷുവിന് മുമ്പേ നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ കൈപ്പുഴ ക്ഷേത്രത്തിൽ പൊങ്കാല ഇനാഗുറേഷൻ അവരെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിട്ടോ. അവിടെ പോയിട്ട് ഞാനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഞാനും അമ്മയും കൂടിയിട്ടാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കറക്കേണ്ടത്, ഒന്നും അറിയില്ല. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കാരണം ആ ഒരു അമ്പലത്തിലെ ആ ഒരു മെയിൻ പൊങ്കാല ഇടുന്നൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാത്ത കാരണമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഒരു വലിയൊരു ഉരുളിയിൽ പായസം വയ്ക്കും. പൊങ്കാല പായസം വയ്ക്കുന്നതും ഭദ്രദീപം കൊളുത്തുന്നതൊക്കെ ഞാനാണ്. അതായത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള നിവേദ്യവും ബാക്കി ആ നാട്ടിലെ ആൾക്കാർക്കുള്ള നിവേദ്യമൊക്കെ തിരി കൊളുത്തുന്നത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു തിരി കൊളുത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ആ കാണുന്ന അമ്പലത്തിലേക്കുള്ള മെയിൻ പൊങ്കാല പാത്രത്തിൽ തന്നെ തിരി കൊളുത്തുന്നത് ഞാൻ തന്നെയായിരുന്നു. അത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അപ്പം അമ്മയാണ് പറഞ്ഞത്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീയാണ് ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെച്ചെങ്കിൽ ആ ഒരു ദൈവത്തിന് പോലും നിവേദിക്കാനുള്ള പൊങ്കാല നീയാണ് തിരികൊളുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം നീ ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഇത്രയും വലിയ കാര്യമാണല്ലോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത്. അത് എൻ്റെ 2024 ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മുടെ വിഷുക്കാലം എത്തി. വിഷു ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ വിഷു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷു ഡേ മുതലാണ്, ഈ ഒരു വിഷു ഷൂട്ടിൻ്റെ ദിവസം മുതലാണ് രാഹുൽ സുരേഷും കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള പ്രോബ്ലംസ് എല്ലാം വഴക്കൊക്കെ തീർന്ന് നല്ല അടിപൊളി തിക്ക് ഫ്രണ്ട്സ് ആയത്. കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് തീർത്ത് നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടോ. നമ്മൾ അതിലെ ലൊക്കേഷനിലെ ആൾക്കാരും എല്ലാവരൊക്കെ ആയിട്ട് എനിക്ക് ഇതുപോലത്തെ ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരുമായിട്ടും നമ്മൾ അടിച്ച് പൊളിച്ച് പോകുന്ന ഒരു ടൈമാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും മന്ത്ലി നമുക്ക് ഇതുപോലെ എല്ലാ ലൊക്കേഷനിലത്തെ എല്ലാവരും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. കാരണം ശരിക്കും ഒരു കോളേജ് വൈബ് ആയിരിക്കും കേട്ടോ ആ ഒരു ടൈമിൽ. ഏജോ അങ്ങനെ വേറെ സീരിയലിനോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവരുമായിട്ട് അടിച്ചു വിളിച്ച് എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് നമ്മൾ ഈ വിഷു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോവാണ്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻസി ഫ്രാൻസിസ്. അവൾ ദുബായിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ വൺ ഡേ ഞാനും അവളും കൂടിയിട്ട് എന്താ പറയുക കറങ്ങാനൊന്നും ഇറങ്ങിയതാണ്. അവൾക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ലിൻസി ഫ്രാൻസിസ് എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുള്ളൊരു ഫ്രണ്ടാണ്. എന്നെ വിട്ട് പോയില്ല എന്ന് ഉറപ്പുള്ളൊരു ഫ്രണ്ട് ഇവൾ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ കേട്ടോ. എല്ലാവരും വിചാരിക്കും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക്
അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാനും ഭയങ്കര ബാക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിഷു ഡേ ആണ് അവൾ എൻ്റെ വീട്ടിലേക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല ഒന്നും, വിഷുവും ഓണം എന്താണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ അവൾ ഫാമിലിക്ക് ആയിട്ട് വന്നപ്പോൾ കുറച്ച് കളറായിട്ടോ. കാരണം ഞാനും എങ്ങോട്ടും പോകാറില്ല, അവളും എങ്ങോട്ടേക്കും പോകാറില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷേ ആ വിഷുവിന് അവരെല്ലാവരും കൂടി വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ വിഷു ഒന്ന് കളറായത്. അവൾ കുറച്ച് ദിവസം നാട്ടിലുള്ളൂ. അപ്പോൾ ആ നാട്ടിലെ ദിവസം നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ടൈമാണ് കേട്ടോ. ആ പൂരത്തിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിബിഷന് പോയത് സീരിയസ്ലി ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ഫേസ് നോക്കിക്കേ, ഫേസിൽ നിറയെ പിമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴുള്ള ഫേസ് അന്നത്തെ ഫേസ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഇത് പിന്നെ വേറൊരു ഷൂട്ടാണ്, ഒരു ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇത് മിഥുൻ ചേട്ടനാണ്, മിഥുൻ ബോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മിഥുൻ ബോസ് എന്ന് പറയുമ്പോഴായിരിക്കും മേ ബി എല്ലാവർക്കും അറിയാവുന്നത്. ഒരു ബ്രദറിൻ്റെ പോലുള്ള ഒരാളാണ്. കുറേ വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ ഒരു ഷൂട്ടാണ് നമ്മൾ ആഡായിട്ട് ഈ ഒരു വർഷം ഫസ്റ്റ് ടൈം ചെയ്തത്. അതായത് നല്ലൊരു ആഡായിട്ട്, ഒരു വീഡിയോ ആഡായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ മിഥുൻ ബോസിൻ്റെ സിസ്റ്ററാണ് അത്, അശ്വതി ബോസ്. അപ്പോൾ എല്ലാവരും നല്ല കമ്പനിയാണ്. എനിക്ക് പിന്നെ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയാലാണ് എനിക്കായിരിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും കൂടുതൽ ടൈം ഞാൻ എൻ്റെ റൂമിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം ഒന്ന് അറേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ചമ്മയും ഞാനും കൂടിയിട്ട് എൻ്റെ റൂം അറേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാൾപേപ്പറിൻ്റെ സംഭവം, എന്താ പറയുക, ലിങ്ക് വേണം ചേച്ചി, റൂം ടൂർ ചെയ്യുമോ എന്നൊക്കെ. റൂം ടൂർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ശരിക്കും റൂമൊക്കെ ഒതുക്കി വെച്ച് നല്ല രീതിക്ക്, റൂം ഒതുക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ റൂം കബോർഡൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീരിയൽ ലോഞ്ച് കണ്ണൂരായിരുന്നു. കണ്ണൂർ എനിക്ക് തോന്നുന്നു ജാനകിയുടെയും അബിയുടെയും വീട്, ആ ഒരു സീരിയലിൻ്റെ ഒക്കെ ലോഞ്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നത് ഞാനും രാഹുലും, ഇത് സജീഷ് ചേട്ടനാണ്, പക്ഷേ നലീഫിൻ്റെ കൂടെയാണ് ഡാൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സജീഷ് ചേട്ടനും പിങ്കിയൊക്കെ നമ്മൾ അടിപൊളി നല്ല ബെസ്റ്റീസാണ് കേട്ടോ. നല്ല നമ്മൾ വൈബ് കണക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സാണ് നലീഫ്, പിങ്കി, സജീഷ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ഏറ്റവും വേസ്റ്റ് അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മെൻ്റലി ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങൾ കണ്ടോ എൻ്റെ ഫേസ് എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഞാൻ അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലാണ് വെച്ചെങ്കിലും എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നത്. 2024 എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു ലെസൺ ആണ്. ഈ ഒരു ദിവസങ്ങൾ, ഇപ്പോൾ ഈ കാണുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിഷമമുള്ളൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ സീരിയൽ ഉള്ള കാരണം എനിക്ക് ഷൂട്ട്സ് ഒന്നും അധികം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുൻപ് ഞാൻ ആഡ്സ്, പ്രൊമോഷൻസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സമയം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഷൂട്ട് കൂടി കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഈ ഒരു ഷൂട്ടിൻ്റെ നിങ്ങൾ ഔട്ട് ശരിക്കും കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇത് ഔട്ട് പിന്നെ എന്തോ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് അത് ഔട്ട് പിന്നെ പുറത്ത് വിട്ടില്ല. പക്ഷേ അഡ്വാൻസ് വാങ്ങിച്ച കാരണം കുറച്ച് അഡ്വാൻസ് പേയ്മെൻ്റ് എങ്കിലും എനിക്ക് കിട്ടി. അങ്ങനെയൊക്കെ നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചെയ്ത ഷൂട്ട് ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഈ ദുൽഖറിൻ്റെ കൂടെയുള്ള ഒരു ആഡ് പോലും ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങിയത്. ഇത് പിന്നെ നമ്മുടെ കാതോട് കാതോരം സീരിയൽ ലൊക്കേഷനാണ്. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ സീക്വൻസ് നമുക്ക് കാതോട് കാതോരത്തിൻ്റെ ആയിരിക്കും വരുന്നത്. കാരണം എൻ്റെ 2024 മൊത്തം ആ ലൊക്കേഷനിലാണ് ടൈം, അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ ടൈം ഞാൻ അവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഹണിമൂൺ സീക്വൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അർജുൻ, മീനു, ഗൗതം, അഖില. അപ്പോൾ ഇതിൻ്റെ കുറേ ബൈറ്റ്സ് ഇനിയും ഞാൻ ഓരോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അല്ലെങ്കിൽ ഡേ 1 ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇനിയും ഈ ഒരു സംഭവങ്ങളൊന്നും നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ഒന്നുമല്ല, നമുക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാജാവും രാജ്ഞിയായിട്ട്, അതായത് ദേവസേന, ബാഹുബലി എന്നുള്ള രീതിക്കാണ് ഞാനും അർജുനും, അതായത് രാഹുലും ഞാനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഖില ഗൗതത്തിന് കുറവത്തി എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തത് ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ സീൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മളിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അവർക്കത് ഇൻസൾട്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളത് മാപ്പ് ചോദിക്കുന്ന രീതിയിൽ സ്റ്റോറിയൊക്കെ മാറ്റി എഴുതി അങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സീരിയലിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇൻസൾട്ട് ആവുകയാണെന്ന് വെച്ചാൽ അതിന് മാപ്പ് പറയാനും നമ്മുടെ സൈഡിൽ നിന്ന് തയ്യാറാണെന്ന്. അപ്പോൾ ഭയങ്കര അതൊക്കെ പുതിയ അറിവാണ് കേട്ടോ എനിക്ക്. ഇതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പിന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ അന്ന് മുതലാണ് ഞാൻ ഇവരുടെ കൂടെ പുറത്ത് ഉച്ചയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ലൊക്കേഷൻ ഫുഡൊക്കെ ആയിരുന്നു. ഇവരുടെ കൂടെ കൂടിയിട്ട് പിന്നെ ഞാൻ ലൊക്കേഷനിൽ ഉച്ചയ്ക്ക് ഇവരുടെ കൂടെ കാറെടുത്ത് പോകുമ്പോൾ കൂടെ ഞാനും ഈ മറ്റേ വേതാളം പോലെ പോവും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതലാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഇവരെ എവിടെ പോകുമ്പോഴും കൂടെ ഞാൻ കയറി പോവാറ്.
ഈ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നെ എന്തോ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും കൂടിയിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഓവർ ഞാൻ ഇട്ട കാരണം അതിൻ്റെ കറക്റ്റ് ഡയലോഗ്സ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഹണിമൂൺ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്ത് മുതലാണ് ഞാനും രാഹുലും അതേപോലെ തന്നെ നവനീതും 3 പേരും അങ്ങനെ ഒരു ടീം ഫ്രണ്ട്സ് ആയത്, ഒരു ചങ്ക് ഫ്രണ്ട്സ് ആയത്. അപ്പോൾ പിന്നെ നവനീതിനാണെങ്കിലും അങ്ങനെ നമുക്ക് എനിക്ക് രാഹുലിനാണല്ലോ കൂടുതൽ കോമ്പിനേഷൻ വരാറ്. അപ്പോൾ ഹണിമൂൺ ആയപ്പോഴാണ് ശരിക്കും നവനീതും കൂടി നമ്മുടെ ആ ഒരു ടീമിലോട്ട് വന്ന് നമ്മൾ ശരിക്കും അന്ന് മുതലാണ് ഞാൻ ശരിക്കും ലൊക്കേഷനും ഷൂട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെ നമുക്ക് ഷൂട്ടിന് വരണം, ജോലി ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതുപോലൊരു ലൊക്കേഷൻ ഇനി എൻ്റെ ലൈഫിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ കൊളീഗ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അന്ന് മുതൽ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിൽ വന്നില്ല വെച്ചാൽ നമുക്ക് ക്ലാസ്സിൽ പോകാൻ മടി എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിക്ക് വരെ നമ്മുടെ റിലേഷൻഷിപ്പ് ആ 3 പേരുടെ ബോണ്ടിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസം ഒരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ 2 സ്കെഡ്യൂളും മൊത്തം നമുക്ക് ഈ ഒരു ഹണിമൂൺ സീക്വൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഒന്നും നിങ്ങളാരും ചിലപ്പോൾ എൻ്റെ BTS വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ അപ്ലോഡ് ചെയ്യണോ എന്ന് ആലോചിക്കുകയാണ്. കാരണം എന്തായാലും കഴിഞ്ഞതാണ്, പക്ഷേ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഹണിമൂൺ സീക്വൻസ് ആണ്, അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ അന്നാണ് കേട്ടോ കാണുന്നത്. കാരണം നമ്മൾ ഈ വീട്ടിലെ കുറച്ച് ആൾക്കാർ, നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമല്ലേ. ആ ഒരു ഹണിമൂൺ സീക്വൻസ് ടൈമിലാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോളേജിലൊക്കെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിക്കാൻ വെച്ചാൽ ഭയങ്കര സന്തോഷം. ഈ കുറച്ച് ആൾക്കാരിനേക്കാളും കൂടുതൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു വേറെ വൈബാണല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഷൂട്ടിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആ ഒരു ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും 2 ജെംസിനെ കിട്ടിയത് രാഹുലും നവനീതാണ്. ഒരു ബ്രദേഴ്സ് ആയിക്കോട്ടെ, എന്താ പറയുക, വേറൊരു വൈബ് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഡെയിലി ഷൂട്ടിന് വരാനുള്ളൊരു മോട്ടീവ് അവരായിരുന്നു എന്ന് പറയുന്ന പോലെ. അവരില്ലെച്ചെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. ഈവൻ നമുക്ക് എന്താ പറയുക, അവർ വന്നില്ലെച്ചെങ്കിൽ എനിക്ക് ബോറടിക്കുന്നു, ഞാൻ വന്നില്ലെങ്കിൽ അവർക്ക് ബോറടിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കാൻ പോകുന്നതും, ഫുഡ് ഇപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞ് വെച്ചെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ട് മുമ്പിൽ തന്നെ ഷവർമ ഉണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ട്, മാംഗോ ഷേക്കൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അപ്പോൾ ഇപ്പോഴും അപ്പോൾ നവനീതൊക്കെ വേറെ ഷോയ്ക്ക് കയറി, ഷോ മീൻസ് സീരിയലിൽ കയറി. അപ്പോഴും അവൻ പറയും നമ്മുടെ ആ പഴയ വൈബൊന്നും ഇല്ല ഇവിടെ എന്ന് പറയും. സീരിയസ്ലി ആ ഒരു വൈബ് എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ഞാൻ ഭയങ്കര ബാക്കിലാണ്. ഞാനാണ് ഇവരിൽ എപ്പോൾ നോക്കിയാലും, ഇവർ രണ്ടുപേരും ഭയങ്കര ഒന്നിച്ചായിരിക്കും കേട്ടോ. എപ്പോൾ നോക്കിയാലും ഇവരിൽ ഞാനായിരിക്കും വഴക്കിട്ടിട്ട് ഒക്കെ കൊളാക്കുന്നത്. ഹണിമൂൺ സീക്വൻസ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത് ഹണിമൂൺ സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അതിലെനിക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു കോസ്റ്റ്യൂം കിട്ടിയിട്ടുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. അതായത് ദേവസേനയൊക്കെ ആയിട്ട് ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ബാഹുബലിയും ദേവസേനയും? ഭംഗിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആയിരുന്നു നമ്മൾ കുറേ കട്ട് ചെയ്ത് കളഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതേ ഇപ്പുറത്ത് തന്നെ നവനീതും ഡെല്ലൊക്കെ കുറവനും കുറവത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കുറച്ച് ഇഷ്യൂ ആയ കാരണം. പക്ഷെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ആർട്ടിസ്റ്റുകളെ വെച്ച് എല്ലാവരെയും വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യണമെന്നോ അങ്ങനെ വിചാരിച്ചൊന്നും ചെയ്തിട്ടുള്ളൊരു പരിപാടി ആയിരുന്നില്ല. പക്ഷേ അത് ആർക്കെങ്കിലും ഉപദ്രവമായിട്ടുണ്ടെച്ചെങ്കിൽ നമുക്കാണെച്ചെങ്കിൽ നമ്മൾ സോറി പറയുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയുകയാണ്. അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളൊരിത് മാത്രമാണ്. പക്ഷേ എന്തായാലും നമ്മൾ ആ സീക്വൻസ് അവർക്ക് ഹേർട്ടായി അല്ലെങ്കിൽ ഇൻസൾട്ടായി എന്നുള്ളത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ വൈറൽ ദിവസങ്ങൾ വന്നത്. നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് സീക്വൻസ്. നിങ്ങളെല്ലാവരും പലരും പറയുന്നത് സീരിയൽ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ കിസ്സിങ് സീക്വൻസ് വരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ സ്വാതിക ചേച്ചി പണ്ട് ഏതോ സീരിയലിൽ ഇതുപോലത്തെ കുറച്ച് ഇൻറ്റിമസി സീൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മളത് ഇതേ കാണില്ലേ, ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കിസ്സിങ് സീക്വൻസ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതാണ് ശരിക്കും ഇതിൻ്റെ BTS വരുന്നത്. അപ്പോൾ പലരും വിചാരിക്കും നിങ്ങൾ ശരിക്കും കിസ് ചെയ്തു. അത് ജസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ആ ഒരു മേക്കിങ്ങിൻ്റെയും ആർട്ടിൻ്റെയും അതേപോലെ തന്നെ DOPയുടെയും ഡയറക്ടറിൻ്റെ ഒക്കെ കഴിവാണ് നിങ്ങളിതിൻ്റെ ഔട്ട് കാണുന്നത്. അത്രയും എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് എടുത്ത കാരണമാണ് ആ ഒരു സീക്വൻസ് അത്രയും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇത്രയും അത് വൈറലാവാനും കാരണം.
പിന്നെ അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഫസ്റ്റ് അവാർഡ്, ബെസ്റ്റ് പെയർ അവാർഡ് നമുക്ക് ഈ ഒരു കാതോട് കാതോരം അർജുനും മീനുവിനും കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മുടെ എഫേർട്ടിന് നമുക്ക് പരിഗണന ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ 2024 ഫസ്റ്റ് അവാർഡാണ് കേട്ടോ. നമ്മൾ എന്നും സീരിയൽ ലൊക്കേഷനിൽ പൂജ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നും നമ്മൾ തേങ്ങ ഉടച്ചിട്ട് പൂജ ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ക്യാമറ നമ്മൾ തേങ്ങയും അതേപോലെ തന്നെ കർപ്പൂരവും കത്തിച്ച് ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇടുന്നത് വേറെ ഒന്നുമല്ല, അതൊക്കെ ഭയങ്കര എനിക്ക് കിട്ടുന്നതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ഡയറക്ടർ സാറാണ് ഇത് ചെയ്യാറ്. അപ്പോൾ സാറ് ഇത് എനിക്കന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ അന്ന് ഞാനതുപോലെ ഞാൻ പൂജ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ, രാഹുലിൻ്റെ ബ്രദർ, പിന്നെ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേരൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇവരെല്ലാം എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇവരെല്ലാവരും ഇപ്പോൾ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ സീരിയസ്ലി എനിക്കാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രൊമോഷൻ വന്നത്. പക്ഷേ ഇവരുടെ കൂടെ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്നെ ഇവർ നോക്കിക്കോളും. ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ. ശരി, നമ്മൾ ശരിക്കും എൻ്റെ അടുത്ത് ആരോ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരൊറ്റ പെൺകുട്ടി 3 ആൺപിള്ളേരുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബോയ്സിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിളും. അതും എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളും ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് ഇപ്പോൾ ഉള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അലമ്പാക്കും എന്നുള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അധിക കാലമൊന്നും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരുടെ സംഭവം റിലേഷൻഷിപ്പ് അലമ്പാക്കാൻ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കൂടെ ഇത്രയും കാലം ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവർക്കൊരു അവാർഡ് കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാനൊരു വഴക്കാളി കൊച്ചെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ ഒന്നാമത് ഭയങ്കര മൂഡ് സ്വിങ്സും ഭയങ്കര ആങ്സൈറ്റി ഡിസോർഡറും കുറേ പ്രശ്നങ്ങൾ, മീൻസ് മെൻ്റൽ ഹെൽത്ത് ഭയങ്കര കംപ്ലീറ്റ്ലി ഇതായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ബാക്കിയുള്ളവരുടെ കൂടെ, ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ മേലാണ് ഞാൻ എന്താ പറയുക അത് തീർക്കുക. അല്ലെങ്കിൽ എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തീർക്കുന്നത്. ഇനി എൻ്റെ കംഫർട്ട് സോൺ അത്രേ എനിക്ക് പറയുള്ളൂ, അവിടെയാണ് ഞാൻ തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരായിട്ട് ഞാൻ വഴക്കിട്ട്, പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇട്ടേച്ച് പോകും കേട്ടോ, അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് വൈറലായതിന് ശേഷം ഇൻ്റർവ്യൂ ആണ് നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ജാങ്കോ സ്പേസിലാണ്. ആ മാസം നമുക്ക് ടോട്ടൽ 3 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ആ മാസമാണോ നെക്സ്റ്റ് മാസമാണോ എന്നറിയില്ല. ആദ്യം നമുക്ക് ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂ ആണ് വന്നത്. പിന്നെ നമുക്ക് ഒരു ദിവസം 2 ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്തു. ആ ഒരു ഇതാണിത്. ഇത് നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള കലപ്പിലെയാണ്. ഞാൻ രാഹുലിനെ എന്തോ പറ്റിച്ചു എന്നുള്ളത് എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതാണ്. ദെൻ ആ ദിവസം തന്നെ പിന്നെ നമ്മൾ രണ്ടാമത് വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂയും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വലിയ ആൾക്കാരായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഇൻ്റർവ്യൂസ് ആയിരുന്നു. പിന്നെ ഇത് രാഹുലിൻ്റെയും എൻ്റെയും ഫസ്റ്റ് പെയറായിട്ടുള്ള ഒഫീഷ്യൽ ഫോട്ടോഷൂട്ടാണ്. ഇത് ചെറി ബ്യൂട്ടി കെയറും സിജോ അമ്മ വെഡ്ഡിങ് കമ്പനിയാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ ഫോട്ടോഷൂട്ടാണ്. അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. നമ്മുടെ 2 പേരുടെയും ലൈഫിൽ ഇപ്പോൾ പെയർ ഷൂട്ട് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു. മരിക്കശ്ശേരി മനയിൽ വെച്ചിട്ടായിരുന്നു ആ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫോട്ടോഷൂട്ട് BTS ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഷൂട്ടിൽ. ഇതെനിക്ക് മാനവസേവ ഭരത് ഗോപി സ്പെഷ്യൽ ജൂറി അവാർഡാണ് കിട്ടിയത്.
അടുത്തിരിക്കുന്ന ആരാന്ന് നോക്കിയാൽ നമ്മുടെ സലീം കുമാർ ചേട്ടൻ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ 2ാമത്തെ അവാർഡാണ് ഇത് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു അവാർഡൊക്കെ നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഭരത് ഗോപി സാറിൻ്റെ പേരിലുള്ളൊരു അവാർഡ്, അതേപോലെ തന്നെ സലീം കുമാർ സാറിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് വിവോ ഫോണിൻ്റെ ഒരു ലോഞ്ചാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഒരു ഫാമിലിയിൽ ജനിച്ച് ഒരു നാട്ടിൻപുറത്ത് ജനിച്ച എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ വിവോ പോലുള്ളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ എൻ്റെ 2024 ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ ശരിക്കും കാണുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ഇയർ ആണെങ്കിലും അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളൊരു ഇയർ ആയിരുന്നു എനിക്ക് 2024 എന്ന് പറയുന്നത്. ഇനിയുള്ളതെല്ലാം നമ്മുടെ കാതോട് കാതോരം അവസാന ദിവസങ്ങളാണ് കേട്ടോ. നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ആ ലാസ്റ്റ് സ്കെഡ്യൂളിൻ്റെ സമയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ വലിയ വിഷമമൊന്നും ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. താരാമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് തീരാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഒരു വിഷമമോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വർക്കിലാണെങ്കിലും കാണാം. പിന്നെ ഞാൻ രാഹുലൊക്കെ ആണെങ്കിലും ഇനിയും നമ്മൾ ട്രിപ്പൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവർ എൻ്റെ കൂടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നവനീതാണെങ്കിലും തൃശ്ശൂരാണ് വീട്, രാഹുലാണെങ്കിലും കൊച്ചി തന്നെ അടുത്തുണ്ട്. നമ്മൾ എപ്പോഴും ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ ഡെയിലി വിളിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യും. ഇപ്പോഴും കോൺടാക്ട് ലിസ്റ്റിലും കാര്യത്തിലെല്ലാം ഉണ്ട്. ഇടയ്ക്ക് മീറ്റ് ചെയ്യും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ എല്ലാ ദിവസവും വ്ളോഗ്സ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. ഈ കാണുന്ന ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് അടിപൊളി ഔട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഔട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുമെന്നൊക്കെ തോന്നിയിട്ടുള്ളൊരു സീനായിരുന്നു ഇത്. പക്ഷെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയലോഗ് പറയാൻ അരിമണി പറക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിനയത്തിലാണെങ്കിലും ഈ ഒരാളെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അടിക്കുക എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവമാണ്. സാറൊക്കെ അവിടെ വഴക്ക് പറഞ്ഞ് രാഹുലും എല്ലാവരും കാണിച്ചു തന്ന്, അർച്ചനയൊക്കെ കാണിച്ചു തന്നിട്ടുള്ളൊരു സീക്വൻസ് ആണ് കേട്ടോ ഇത്. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കൈ കൊള്ളും, മുഖത്തറിയാതെ കൊള്ളും. അതും ഇവൾ കണ്ണടച്ച് നിൽക്കണം. അപ്പോൾ അവൾക്ക് ഫേസ് പോലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് ചെയ്തിട്ടുള്ളൊരു സീക്വൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് അർച്ചന. എനിക്ക് ലൊക്കേഷനിൽ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരിൽ, അതായത് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്, നമ്മുടെ ശത്രുവാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു നല്ലൊരു പേഴ്സണാലിറ്റിയും നല്ല ഒരു കുട്ടിയാണ് അർച്ചന എന്ന് പറയുന്നത്. ഞാൻ അർച്ചനയെ കുറിച്ചൊന്നും അധികം പറഞ്ഞിട്ടില്ല. അർച്ചനയായിട്ട് അധികം സീക്വൻസ് ഒന്നും വരാത്ത കാരണം അധികം വ്ളോഗ്സിലൊന്നും അവളില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അർച്ചന നല്ലൊരു പേഴ്സണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അവസാനം ക്യാമറമാൻ വരെ വന്ന് എന്നെ അടിക്കാൻ പഠിപ്പിക്കുന്ന സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, അർച്ചന, ഡയറക്ടർ, അതേപോലെ തന്നെ DOP എന്ന് വേണ്ട അവിടുത്തെ എല്ലാ ആൾക്കാരും അടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടുകൊണ്ട് നിങ്ങളിരിക്കുന്നത്. പിന്നെ അവാർഡ് ഡേയ്സായി, ഏഷ്യാനെറ്റ് അവാർഡ് ഡേയ്സായി. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രേമലു മൂവി ഒരു സീക്വൻസ് നമ്മൾ റിക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ BTS ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ടിക്ടോക്കായിട്ടോ റീലായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. നമ്മൾ ഏഷ്യാനെറ്റ് അവാർഡിനായിട്ട് അങ്ങനെ ഒരു റിക്രിയേഷൻ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ്. അതായത് സീരിയൽ നമുക്ക് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെയും അർജുൻ, കാഞ്ചന അവരുടെയൊക്കെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് വരുന്നത് ഏഷ്യാനെറ്റിൽ. ഇനി നമ്മൾ ഏഷ്യാനെറ്റിൽ വരികയാണെന്ന് വെച്ചാൽ വേറെയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സീരിയൽ അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ലാസ്റ്റ് കാതോട് കാതോരത്തിൽ അർജുൻ്റെയും മീനുവിൻ്റെയും ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് നന്നായിട്ട് അടിപൊളിയാക്കണം എന്നുണ്ടായിരുന്നു. കണ്ടു എന്നാ ഒരു വൈബാണ് എല്ലാവരും കൂടും പോലെ. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ടഫായിരുന്നു കേട്ടോ. നമ്മൾ കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ പോയി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ അർജുൻ്റെയും മീനുവിൻ്റെയും ഫൈനൽ പെർഫോമൻസ് ആകുമ്പോൾ നമുക്ക് അത്രയും അടിപൊളിയായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഒരു കമ്പിയുടെ ഉള്ളിൽ കാലൊക്കെ വെച്ചിട്ടുള്ളൊരു ഡാൻസൊക്കെ ആയിരുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നു. 2-3 ദിവസം കാലൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ അത് അടിപൊളിയായിട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ BTS വീഡിയോസും അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് റിഹേഴ്സലാണ് ഈ കാണുന്നത്. അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കും. വേദന സഹിച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് ചെയ്തു എന്നാണ് നമ്മുടെ ഒരു
വിശ്വാസം. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം. കാരണം നമുക്ക് അപ്പോഴാണ് അന്ന് ഏഷ്യാനെറ്റ് അവാർഡിന് പോയപ്പോഴാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ടി വിയിൽ കണ്ടിരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, നമ്മളതിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്നു. എന്താണ് ശരിക്കും ഒരു അവാർഡ്, അതായത് ഒരു അവാർഡ് വേറെ നമ്മൾ കാണാൻ പോലും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് മൂവി ആർട്ടിസ്റ്റുകളെ നമുക്ക് അവിടെ ഡയറക്റ്റ് കാണാൻ പറ്റി. നമ്മുടെ തൊട്ട് മുമ്പിലാണ് സുരേഷ് ഏട്ടനും, അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറും, അതേപോലെ തന്നെ ടോവിനോ, പിന്നെ ARM ടീം കംപ്ലീറ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ARM മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെല്ലാവരും തൊട്ട് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്, തൊട്ടടുത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമ്മൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേയ്സ് ആയി. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞെങ്കിൽ, ഇവരെ പിരിയുന്നതിൻ്റെ സംഭവമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ മീറ്റ് ചെയ്യും എന്നുള്ളൊരു ഇത് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ട്രിവാൻഡ്രം എവിടെയും ഞാൻ പോയില്ല. സീരിയസ്ലി ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പോയില്ല എന്നുള്ളതിന് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണുന്നതാണ് കാതോട് കാതോരം മീനുവിൻ്റെ ലാസ്റ്റ് സീക്വൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ഷൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനു സൈനിങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായെങ്കിലും പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു കേട്ടോ. കാരണം ചെറുതായിട്ട് ലാസ്റ്റ് സീൻ എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ അനുഗ്രഹവും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇതിന് ശേഷം എനിക്ക് ഷൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം രാഹുലിനും നവനീതനും ആനന്ദേട്ടനും ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ദിവസമാണ് കംപ്ലീറ്റ് പാക്കപ്പ് ആവുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഫാമിലിയിൽ ബ്രദറിൻ്റെ മാരേജ് വന്നായിരുന്നു. എൻ്റെ വില്ലേജൻ്റെ മോൻ്റെ കല്യാണമാണ്. സീരിയലൊക്കെ ഉള്ള കാരണം അവരുടെ ആരുടെ എൻഗേജ്മെൻ്റ് ഒന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫാമിലി ഫംഗ്ഷനൊക്കെ കൂടാലോ. ഇതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ സീരിയലെല്ലാം കഴിഞ്ഞുവെങ്കിലും ഏഷ്യാനെറ്റിൻ്റെയും ലുലുവിൻ്റെയും ഒരു ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം പ്രോഗ്രാമിൻ്റെ വടംവലിക്ക് നമ്മൾ പോയതാണ്. അപ്പോൾ ഇതാണ് സീരിയസ്ലി എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏഷ്യാനെറ്റിലെ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല സുന്ദരിയായിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളിലൊക്കെ കൂടെ പോയിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ പോകുന്നു. പിന്നെ ഈ ഒരു ഷൂട്ട് എന്ന് പറയുന്നത് നവരാത്രിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇത് ഞാനിതിൽ ആഡ് ചെയ്യാൻ കാരണം വേറൊന്നുമില്ല. എനിക്ക് 2024 ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരാളുണ്ട്. ലക്ഷ ഡിസൈൻസിൻ്റെ മാധുരി എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയുമോ അറിയില്ല, നമ്മൾ സീരിയലിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും എല്ലാം നമ്മൾ തന്നെയാണ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ പകുതി മുക്കാലും എനിക്ക് ഈ പറയുന്ന കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസ കാര്യങ്ങളൊക്കെ പോവാറ്. പക്ഷേ ഈ കൊളാബറേഷനായിട്ട് മാധുരി ചേച്ചി ലക്ഷ ഡിസൈൻസ് എനിക്കൊരു ഹാഫായപ്പോൾ, സീരിയൽ ഷൂട്ട് ഹാഫൊക്കെ ആയപ്പോഴാണ് ഞാൻ ആ ചേച്ചിനെ പരിചയപ്പെടുന്നത്. പക്ഷെ അന്ന് മുതൽ എനിക്ക് എപ്പോൾ ഞാൻ ഡ്രസ്സ് ചോദിച്ചാലും ഏത് രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ചേച്ചി എനിക്ക് അറേഞ്ച് ചെയ്ത് തരും. സോ അതുകൊണ്ട് തന്നെ ഈ 2024 എനിക്ക് ഏറ്റവും കടപ്പാടുള്ള വ്യക്തികളിൽ ഒരാളാണ് മാധുരി ചേച്ചി എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, അത്രത്തോളം ഞാൻ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടും കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സഫർ ചെയ്തിട്ടുണ്ട്. പല കാര്യത്തിലും ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു അവിടെ നിന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഈ ചേച്ചി എപ്പോൾ വേണമെന്ന് വെച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പാണ്. വാലേ എന്ന് പറയുന്ന മൂന്നാറിലുള്ള റിസോർട്ടിലാണ്. ഇന്ന് നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ, രാഹുലും രോഹിത്തും ഞാനും മാത്രമേ ഉള്ളൂ. അതും ഒരു വേറെ ലെവൽ ട്രിപ്പായിരുന്നു. ഈ റിസോർട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റിസോർട്ടാണ്. അപ്പോൾ അതിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കയുണ്ട്. ആ ഇക്കയുടെ അടുത്താണ്. കാരണം ആ ഇക്കയാണ് എനിക്ക് മാക്സിമം ഈ റിസോർട്ട്സിൻ്റെയൊക്കെ പ്രൊമോഷനും അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ, എവറി മന്ത് നമുക്കൊരു ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു ഔട്ടിങ് പോവാം, ഒരു മീറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് വിചാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ 1 മന്താണ് ഞങ്ങളത് സ്കിപ്പ് ചെയ്ത്. പക്ഷെ എന്നാലും നമ്മളിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലച്ചങ്ങൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഒരു
കീപ്പ് ഇൻ ടച്ച് എന്നുള്ളൊരു സംഭവം തീരെ കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബോണ്ടൊക്കെ കട്ട് ചെയ്ത് കളയാനും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരാളായ കാരണം ഇടയ്ക്ക് നമ്മൾ മന്ത്ലി ഒരു ട്വൈസോ അല്ലെങ്കിൽ വൺസ് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇതുപോലെ പോകുന്നുണ്ട്. ഒരുപാട് കാലം ഇതുപോലെ പോണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല, എന്നെ വിശ്വാസം ഇല്ലാത്ത കാരണമാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ കാരണം അത്യാവശ്യം ഫാമിലി ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ആ ഒരു മാരേജ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒന്നാമത് അങ്ങനെ മാരേജസ് ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാത്തത്. പിന്നെ നമ്മളെ ഫാമിലി ആയിട്ട് ഒരുമിച്ചൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ റെയറായിട്ടാണ് ഞാൻ, അമ്മ, അനിയത്തിയാണ് കേട്ടോ. അത് അറിയാത്ത ആൾക്കാർക്ക് പറയാം, ഇതാണ് എൻ്റെ അനിയത്തി രാഗേന്ദ്ര ഉണ്ണികൃഷ്ണൻ, ഇത് അമ്മ മിനി ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഈ ബ്രദറിൻ്റെ മാരേജാണ്. ഇതാണ് അച്ഛൻ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ പിന്നെ വീട്ടിൽ അമ്മൂമ്മ വന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ്. ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡ് വരെ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അമ്മൂമ്മയും മേമയൊക്കെ കൂടിയിട്ടാണ് എന്നെ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അമ്മൂമ്മ ഓരോ പഴയ കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് എണ്ണ തേച്ച് തരാൻ കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട്. ഇനി കുറച്ച് കാലം നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ തന്നെ അമ്മൂമ്മയുണ്ട്. അപ്പോൾ പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും വന്ന് നിൽക്കാത്തത് ചമ്പു ഉള്ള കാരണമാണ്. അപ്പോൾ ചമ്പു ഭയങ്കര അഗ്രസീവാണ്, ആരായിട്ടും കൂട്ടുകൂടില്ല. ഞാൻ, അമ്മ, അച്ഛൻ, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ, ഇവരല്ലാതെ ആരായിട്ട് അവൻ കമ്പനി കൂടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇതുപോലെ അമ്മൂമ്മയായിട്ട് അവനിപ്പോൾ കുറച്ച് ഒരു 1-2 വീക്സ് വീട്ടിൽ നിന്നപ്പോൾ കമ്പനി ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നോ പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വടക്കാഞ്ചേരി തന്നെയുള്ള ഒരു റെൻ്റൽ ഷോപ്പാണ് ഹാന ട്രിങ്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇനാഗുറേഷൻ ഡേ ആണത്. അതായത് അപ്പുറത്ത് നിൽക്കുന്നത് MLA ആണ്. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റായിട്ട് ഞാനാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അതുപോലെ ഒരു ഫംഗ്ഷന് പോകാമെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ഫംഗ്ഷന് ശേഷം ഞാൻ അവിടെ തന്നെ അവർക്ക് കുറച്ച് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിനൊക്കെ ഉള്ള കാരണം എനിക്ക് കുറച്ച് തലവേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫേസ് അങ്ങനെ ഇരിക്കുന്നത്. ദിസ് ഈസ് 2024 എൻ്റെ ലാസ്റ്റ് ഷൂട്ടാണ്. ഒരു ക്രിസ്മസ് ഷൂട്ട് പോലെ ചെയ്തതാണ്. ഞാനും രാഹുലും ഉണ്ടായിരുന്നു. ആ സെയിം ടീം, അന്ന് നമ്മൾ വരക്കശ്ശേരി മനയിൽ ചെയ്തിട്ടുള്ള സെയിം ടീം തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഷൂട്ടിൻ്റെ ഫോട്ടോസ് എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോസൊന്നും അതിൽ കിട്ടിയില്ല, അതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ കേസ്, മെയിനായിട്ട് എനിക്ക് എൻ്റെ കോസ്റ്റ്യൂം തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഫോട്ടോ സംഭവങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. രാഹുലാണെങ്കിലും ഞങ്ങളുടെ പെയറായിട്ടുള്ള ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അവൻ്റെ ഒരു സിംഗിൾ ഫോട്ടോസ് പിന്നെ അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കോസ്റ്റ്യൂം അവന് കംഫർട്ടബിൾ ഓക്കെ ആയിരുന്നു. എങ്കിലും നല്ല ഒരു എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതിൻ്റെ കുറച്ചൊരു BTS വീഡിയോസും അതേപോലെ തന്നെ യൂട്യൂബ് വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. കൂടുതൽ കുറേ ആൾക്കാർ കുറേ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഷൂട്ടിന് ശേഷം രാഹുൽ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈമൊക്കെ വന്ന് പാരൻസ് ഫാമിലീനൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ്. എനിക്ക് അതിന് ശേഷം കൊച്ചിയിൽ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ഒരുമിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊച്ചിയിലോട്ട് പോയിട്ടോ. പിന്നെ ഞാൻ ട്രിപ്പ് പോയത് ആതിരാസാമിൻ്റെ കൂടെയാണ്. ഞാൻ ഫസ്റ്റ് ചാനൽ ഷോ ചെയ്യുന്നത് സൂര്യ കോമഡിയിലെ ഒരു സിറ്റ്കോമാണ്. അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരു ഫ്രണ്ടാണ്. പിന്നെ വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഇവളുടെ ഹസ്ബൻഡ് അബിൻ ബാബ്സ് രാഹുലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവൾ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിൽ, എനിക്ക് അത്യാവശ്യം നല്ല വിശ്വാസമുള്ള ഫ്രണ്ട്സിൽ, എന്നെ ചതിക്കില്ല എന്നൊക്കെ ഉള്ള ഫ്രണ്ട്സിൽ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ആതിരാസാമി എന്ന് പറയുന്നത്. നല്ല ചങ്ക് ബഡ്ഡിയാണ്. അങ്ങനെ ഡിസംബറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് December 14. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ ഒരു വയസ്സ് കുറയുന്നു. അങ്ങനെയാണ് എൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അത്ര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നില്ല എൻ്റെ ഒരു ബർത്ത്ഡേ ഡേ. പക്ഷേ എനിക്ക് ലക്ഷ ഡിസൈൻസിലെ മാധുരി ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓർണമെൻറ്റ്സും അതേപോലെ തന്നെ ഒരു ഡ്രസ്സും. എനിക്ക് സർപ്രൈസസ് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ ആരും എനിക്ക് സർപ്രൈസസ് ഒന്നും ആരും തരാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമമൊക്കെ മാറ്റി ഞാൻ ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കി. പിന്നെ വടക്കാഞ്ചേരി പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുള്ള സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം കിട്ടാറുണ്ട്. സീരിയസ്ലി എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ 2024 അച്ചീവ്മെൻറ്റ്സ് 2024 തന്നിട്ടുണ്ടെങ്കിലും ഒരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് ഇയർ ആയിരുന്നു 2024 എന്ന് പറയുന്നത്. എനിക്കൊരുപാട് ഭയങ്കര വലിയൊരു വിഷമം ഉണ്ടായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. പക്ഷേ 2025 നന്നാവുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ 2024 ഏറ്റവും അവസാനത്തെ ഒരു ക്ലിനിക് വിസിറ്റാണ്. ലിപ് മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്യാൻ പോയതാണ്. ഇതെന്തായാലും 2025 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്.
എനിവേ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നല്ലൊരു ലെസൺ ആയിരുന്നു 2024. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും അതുപോലെ തന്നെ നല്ലൊരു വർഷമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് 2024 ഡിസംബർ 31, ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും. എനിവേ എല്ലാവർക്കും 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. Thank you so much everyone for the support and love. Thank you so much 2024.